ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പേ ഔട്ടായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഒരുപാട് പേർക്ക് പേ ഔട്ട് ഇഷ്യൂ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരുപാട് പേർക്ക് എമൗണ്ട് വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. ചില ആൾക്കാർക്കൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് വന്നിട്ട് അത് തിരുത്താൻ പറ്റുന്നില്ല. ചില ആൾക്കാർക്ക് ടാക്സ് ഫോമിൽ മിസ്റ്റേക്ക് വന്നിട്ട് അത് തിരുത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ ആയിട്ടാണ് പല ആൾക്കാരും പേ ഔട്ടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നെ അറിയിക്കുന്നത്. അപ്പം പല ആൾക്കാർക്കും 1-2 വീഡിയോസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം സെറ്റിങ്സ് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് ഇടയ്ക്കിടെ അവരുടെ ടൂൾസൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും പല സ്ഥലത്തേക്ക് മാറ്റുന്നതായിട്ട് തോന്നിയിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു സെറ്റിങ്സാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പേ ഔട്ടായിട്ട് ബന്ധപ്പെട്ട് എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ പോയിട്ടാണ് ശരിയാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ലേറ്റ് ആക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇനിയും വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ ഫേസ്ബുക്കിൻ്റെ ഒരു പേജാണ്, ടെക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേജാണ്. നമ്മളിവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിതവിടെ കാണുന്ന പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് നമ്മൾ പോകുമ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒതർ, സി ഓള്, അതിൻ്റെ താഴെ സപ്പോർട്ട്, പിന്നെ ഇവിടെ ടൂൾസ് എന്നുള്ളത്. നമ്മളിവിടെ സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മോണിറ്റൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിതാ ഇവിടെ മൂന്നാമതായിട്ട് നമുക്ക് പേ ഔട്ട് സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, ഒരു സെറ്റിങ്സ് ബട്ടൺ വരുന്നുണ്ട്. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ മുകളിൽ പേ ഔട്ട് എന്നെല്ലാം കാണുന്നുണ്ട്, പിന്നെ മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി എന്നുണ്ട്. അതിൽ നോക്കണ്ട, നിങ്ങൾ പേ ഔട്ട് സെറ്റിങ്സിലേക്ക് പോവാം. പേ ഔട്ട് സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിതാ ബാങ്ക് ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പിന്നെ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നത് അതിൻ്റെയൊക്കെ ടൂൾസ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നിലവിൽ എൻ്റെ ഒരു പേജിൽ ഒരു പ്രൊഫൈലായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത് നമ്മുടെ ടാക്സ് ഫോമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈഡ് ആണോ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതൊക്കെ വെരിഫൈഡ് ആണ്. പിന്നെ നമുക്കിവിടെ എൻട്രി, അതുപോലെ തന്നെ ഈ രാജ്യങ്ങളൊക്കെ മാറ്റോ, പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ടൈപ്പ്, ബിസിനസ് ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊക്കെ മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, അതെല്ലാം ഇവിടുന്ന് മാറ്റാൻ സാധിക്കുന്നതാണ്. പിന്നെ പേ ഔട്ട് അക്കൗണ്ട് അഡ്മിന്, അതൊക്കെ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ആക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതൊക്കെ നമുക്ക് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. അതൊക്കെ തുടക്കം മുതലേ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ രണ്ടാമത് അതിൽ പോയിട്ട് രണ്ടാമത് ചെയ്യുമ്പോൾ അത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് പേ ഔട്ടായിട്ട് ഇഷ്യൂസ്, നമുക്ക് എന്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ കാണിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസോ കാര്യങ്ങളോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ശരിയാക്കാനുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇപ്പം ഈ മുകളിൽ ഞാൻ കാണിച്ചത്. ഇപ്പോൾ താഴെയുള്ള നിങ്ങൾക്ക് എന്ത് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ട സ്ഥലമാണ് ഈ പേ ഔട്ട് ഇഷ്യൂ എന്നുള്ളൊരു ലാസ്റ്റ് കാണുന്ന ഈ ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകണം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് മിസ്സിങ്, അതായത് അവിടുന്ന് പേഡ് ആയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ചെക്ക് പേ ഔട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ റിജക്റ്റഡ് എമൗണ്ട് വന്നിട്ട് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. പിന്നെ പേ ഔട്ട് പ്ലേസ് ഹോൾഡ്, അതായത് നിങ്ങളുടെ എമൗണ്ട് ഹോൾഡാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് ഇതിലൊന്നും പരിഹാരം കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റത്തെ വഴിയാണ് ഈ മെറ്റാ പേ സപ്പോർട്ട്, അതായത് ഇവരുമായിട്ട് നമുക്ക് ചാറ്റിൽ കൂടി നമുക്ക് റിപ്ലൈ തരുന്ന രീതിയാണ്. നിങ്ങൾക്ക് പേ ഔട്ടായിട്ട് ഇഷ്യൂസ് നിങ്ങൾക്ക് ഇതിൽ കൂടി പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലാസ്റ്റ് വഴി ഇതാണ്. ഇതിൽ അവരായിട്ട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിപ്ലൈസ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ടാക്സ് ഫോമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതും
അവർ ഫോം നമ്മൾക്ക് ഇങ്ങോട്ട് തിരിച്ചയച്ച് അതുപോലെ തന്നെ ഫോമിൽ നമ്മൾ റിപ്പീറ്റ് ഫില്ല് ചെയ്തിട്ട് തിരിച്ചങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞാൽ അതും ശരിയാക്കാൻ പറ്റുന്നതാണ്. നമുക്കത് അവിടെ ചാറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിത് പേ ഔട്ട് ഡേറ്റ് എൻക്വയറി, മിനിമം പേ ഔട്ട് എമൗണ്ട്, മിസ്സിംഗ് പേ ഔട്ട്, റിജക്റ്റ് പേ ഔട്ട് അക്കൗണ്ട് ഹോൾഡർ, ടാക്സ് ഇൻഫർമേഷൻ, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മെറ്റ സപ്പോർട്ട് ടീമുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്യൂസ് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് നിരന്തരം എന്നോട് ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ശരിയാക്കുന്നത്, ഏത് രീതിയിലാണ് അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. അപ്പം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും മുമ്പ് ഉണ്ടായിരുന്ന ഒരു പൊസിഷൻ വരെയാണ്. ഇപ്പം ഫേസ്ബുക്കിലെ സെറ്റിങ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയിൽ കമൻറ്റിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.